ഹലോ, വെൽക്കം ടു ലൈഫ് ടൈം ജെംസ്. പുറമെ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പൊരിച്ച പത്തിരീൻ്റെയും പിന്നെ അധികം മസാലകളൊന്നും ഇല്ലാത്ത ഒരു ചിക്കൻ കറീൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാനിന്ന് വന്നേക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് പത്തിരി കുഴയ്ക്കാൻ വേണ്ട വെള്ളം വയ്ക്കാം. അപ്പോൾ ഞാനൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് 1.5 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കുക. ഈ വെള്ളം ഒന്ന് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മൾ വെള്ളം എടുത്ത അതേ ഗ്ലാസ്സിൽ 1 ഗ്ലാസ് ഞാൻ പത്തിരിപ്പൊടിയുടെ എടുക്കുന്നുണ്ട്. അത് നമ്മൾ ഈ തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയും 1 ടേബിൾ സ്പൂൺ റവയും കൂടി ഇട്ട് കൊടുക്കുക. കുറച്ച് ഓയിലും കൂടി ഒഴിച്ചിട്ട് ഇത് കുറച്ച് നേരം ഒന്ന് മൂടി വയ്ക്കാം. ഇതിപ്പോൾ നല്ല ചൂടായിരിക്കും. ചൂട് കുറച്ചൊന്ന് കുറഞ്ഞാൽ മതി കേട്ടോ. ഈ സമയം നമുക്ക് ഇതിലേക്ക് വേണ്ട തേങ്ങയൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അതിനിതാ ഞാനൊരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 4-5 ചെറിയുള്ളി, 3 അല്ലി വെളുത്തുള്ളി, കുറച്ച് ചെറിയ ജീരകം ഇതുകൂടെ ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ദേ ഇതുപോലെ. ഇനി നമുക്ക് നമ്മുടെ പത്തിരി ഒന്ന് കുഴച്ചെടുക്കാം. കുഴയ്ക്കുമ്പോൾ ചൂടുണ്ടാവും. അപ്പം നമ്മൾ കുറച്ച് തണുത്ത വെള്ളം എടുത്ത് വയ്ക്കും ഒരു പാത്രത്തിൽ. ഇടയ്ക്കൊന്ന് അതിൽ കൈ മുക്കിയിട്ട് കുഴയ്ക്കുമ്പം അത്ര ചൂടറിയില്ല കേട്ടോ. കല്യാണത്തിന് മുന്നേ അടുക്കളേൻ്റെ ഭാഗത്തേക്കേ ഞാൻ പോവാറുണ്ടായിരുന്നില്ല. കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് അവിടുത്തെ അമ്മയും അമ്മൂമ്മയൊക്കെ ഉണ്ടാക്കുന്നത് നോക്കി ഓരോന്നും ഞാൻ പഠിച്ചത്. അങ്ങനെ പിന്നെ ഞാൻ ഓരോന്നും ഒറ്റയ്ക്ക് ഉണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെ ഓരോന്നും പഠിച്ച് ഇപ്പം എനിക്ക് കുക്കിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രേസാണ്. ഇപ്പം ഞാൻ ഒരുപാട് ഇഷ്ടമാണ്. ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തിട്ടാണ് ഓരോ ഫുഡ് ഉണ്ടാക്കുന്നത്. ഇങ്ങനെ ഓരോന്നും ഉണ്ടാക്കിയിട്ട് മറ്റുള്ളവരെ കഴിപ്പിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിപ്പോൾ നല്ലതാണെങ്കിലും നന്നായിട്ടില്ലെങ്കിലും അവരുടെ അഭിപ്രായം എന്താണെന്ന് കേൾക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഉണ്ടാക്കുന്ന എല്ലാ ഐറ്റംസും സൂപ്പറാണെന്നൊന്നും ഞാൻ പറയില്ല കേട്ടോ. ചിലത് ഫ്ലോപ്പായിട്ടും ഉണ്ട്. അപ്പോൾ നമ്മൾ അടുത്ത പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ കുറച്ചുകൂടെ ബെറ്ററായിട്ട് ഉണ്ടാക്കാൻ വേണ്ടി നോക്കും. അപ്പോൾ ഇതാ നമ്മുടെ പത്തിരി ഇതാ ഏകദേശം ഒന്ന് കുഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്തെടുത്ത ആ തേങ്ങയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഇത് ഞാൻ വലിയ ഉരുളകളായിട്ടാണ് കേട്ടോ ആക്കിയിട്ട് പരത്താൻ പോകുന്നത്. ഇവിടെ പരത്തുന്നതില്ലാത്തതുകൊണ്ട് ഞാനിതാ പ്രസ്സറിൽ വെച്ചിട്ടാക്കുന്നത്. പരത്തുന്നതായിരിക്കും ഈ പ്രസ്സറിലല്ലാതെ പത്തിരി പലകയിൽ പരത്തുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. ഞാനതില്ലാത്തത് കൊണ്ട് ഇതാ പ്രസ്സറിൽ വെച്ചിട്ടാണ് ആക്കുന്നത്. കുറച്ച് കട്ടിയിൽ വേണം കേട്ടോ ഇത് പരത്തിയെടുക്കാൻ. എന്നിട്ട് ഞാനൊരു ഗ്ലാസ് എടുത്തിട്ട് റൗണ്ട് ഷേപ്പിൽ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്.
ദേ ഈ ഒരു കട്ടിയിലാട്ടോ ഞാൻ ഓരോന്നും പരത്തിയെടുക്കുന്നത്. ഇതിലേക്ക് കുറച്ച് കരിഞ്ജീരകം കൂടി ഇട്ട് കൊടുക്കട്ടോ, ഞാനതില്ലാത്തതുകൊണ്ട് അത് ഇട്ടിട്ടില്ലേ. അങ്ങനെ ഇതാ പരത്തലൊക്കെ കഴിഞ്ഞ് ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അതൊന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മൾ പരത്തി വെച്ച പത്തിരികൾ ഓരോന്നായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിനെ തിരിച്ചു മറിച്ചു ഇട്ടിട്ട് അങ്ങനെ ഒരു ബ്രൗൺ ഷെയ്ഡ് വരുന്ന വരെ, ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് വരുമ്പോൾ നമുക്കതിനെ കോരിയെടുക്കാം. അങ്ങനെ ഞാൻ ഓരോ സെറ്റായിട്ട് പത്തിരികൾ ഇങ്ങനെ പൊരിച്ചെടുത്ത്. അപ്പോൾ ഇതാ പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പുറമെ നല്ല ക്രിസ്പിയാണ്, ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി പത്തിരിയാണ് കേട്ടോ ഇത് ചൂടോടെ കഴിക്കുന്നതായിരിക്കും നല്ലത്. ഇനി നമുക്ക് അധികം മസാലകളൊന്നും ഇല്ലാത്തൊരു ചിക്കൻ കറി ഉണ്ടാക്കാം. അതിന് ഞാനൊരു മിക്സീൻ്റെ ജാറിലേക്ക് കുറച്ച് ചെറിയ ഉള്ളിയും 2 പച്ചമുളകും പിന്നെ ഒരേ അളവിൽ ചെറിയ ജീരകവും വലിയ ജീരകവും എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് മല്ലിപ്പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയൂടെ ഇട്ട് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഇനി നമ്മളൊരു കുക്കർ എടുത്ത് അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു വലിയ സവാള അരിഞ്ഞതും ഒരു തക്കാളി അരിഞ്ഞതും കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ മിക്സിയിൽ അടിച്ച് വെച്ച ആ ഒരു മസാല കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ ആ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ഈ കുക്കറിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി വേണ്ടത് കുറച്ച് കുരുമുളക് പൊടിയാണ്, അതുകൂടെ നമുക്ക് ഇട്ട് കൊടുക്കുക. എരിവിന് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴയ്ക്കാം.
അപ്പോഴാണ് ഞാൻ ഇതിൽ ഉപ്പിടാത്ത കാര്യം ഓർമ്മ വന്നത്. അപ്പോൾ കുറച്ച് ഉപ്പൂടെ ഇട്ട് കൊടുക്കണേ ഇതിലേക്ക്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു 3 വിസിൽ വരെ അടുപ്പത്ത് വയ്ക്കാം. ഇനി കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയിട്ട് നമ്മളത് തുറന്ന് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കുരുമുളക് പൊടിയും വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അങ്ങനെ ദാ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ദേ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമായി. ഇത് അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യണേ.